ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആരാധ്യ റെസിപ്പീസ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മഞ്ചൂരിയൻ തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് കോളിഫ്ലവർ ചെറുതായിട്ട് അല്ലികളായിട്ട് ഇങ്ങനെ അടർത്തി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് 2-3 പ്രാവശ്യം നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പോൾ അതിലൊന്ന് ഹാഫ് കുക്കായി കിട്ടും ചെയ്യും. അതിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതേപോലെ നല്ല ക്ലീനായി കിട്ടും ചെയ്യും. അങ്ങനെ 2-3 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട ശേഷം ഒരു 4 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട ഐറ്റംസ് ഇതൊക്കെ നോക്കാം. അല്പം സെല്ലറി എടുത്തിട്ടുണ്ട്, നമുക്കത് അരിഞ്ഞെടുക്കണം. അതുമാതിരി ക്യാപ്സിക്കം, ഒരു 2 സവാള ഇങ്ങനെ അടർത്തി വെച്ചതാണ് അതിൻ്റെ ഇതളുകൾ. അതേമാതിരി 3 പച്ചമുളക്, അല്പം വെളുത്തുള്ളി, ഇഞ്ചി പൊടി അരിഞ്ഞത്, പിന്നെ നമ്മുടെ സെല്ലറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ഇനി വേണ്ടത്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ അല്പം ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കണം. ഒരു 4 സ്പൂണോളം ടൊമാറ്റോ സോസ് വേണം. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതേപോലെ ഒരു ഇത്ര എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കണ്ട, 1.5 സ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുക്കണുള്ളൂ. സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഇതേപോലെ ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇനി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. കലക്കി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതേമാതിരി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് പൊടി നനയ്ക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ വെള്ളം കൂടരുത്. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ആദ്യം തന്നെ ഈ കോളിഫ്ലവറിൽ നനവുള്ളതുകൊണ്ട് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറേശ്ശെയായിട്ട് ഞാൻ നനച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നനച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേശ്ശെയായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ പരുവായി കിട്ടണം. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പാനിലേക്ക് നമ്മൾ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. അതിന് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് വെതറിയിട്ട് കൊടുക്കാം. വാരിയിട്ട് കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ വെതറിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് അത് ഒന്ന് ചൂടായ ശേഷം പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ചെറുതായി ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്ക് ആദ്യത്തെ ബാച്ച് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്, വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം ആയിട്ടും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. അങ്ങനെ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത്ര എണ്ണ ആവശ്യമില്ല. അപ്പോൾ അതിന് പകുതി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതിൽ 1/4 ഭാഗത്തോളം എണ്ണയുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, അതുമാതിരി പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ സവോള ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ അടർത്തിയിട്ടത് കൂടി ഇട്ട് കൊടുക്കാം. മുറിച്ച് നമുക്ക് സവോള ചെറുതായിട്ട് അതിൻ്റെ മുറിച്ച് നമുക്ക് അതിൻ്റെ ഇതളുകൾ അടർത്തിയിട്ടത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം വേവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി. അധികം കുക്കായി കിട്ടരുത്. അധികം എന്ന് പറഞ്ഞാൽ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് അല്പം സെല്ലറി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത്ര ആയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ച സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസും കൂടി കലക്കി വെച്ച അല്പം വെള്ളം കൂടി കലക്കി വെച്ച് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ കലക്കി വെച്ച കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് കുറുകി കിട്ടും. അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക. കുറുകരുത്, ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ കോൺഫ്ലവറും കൂടി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്, ഒന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സെലറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്താനും ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.